welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഇഫ് ആൻഡ് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ഇഫ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ റിസൾട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി എക്സലിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇഫ് ഫംഗ്ഷൻ. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരികയാണെങ്കിലും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിസൾട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഇഫ് ഫംഗ്ഷൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇഫ് ആൻഡ് ഫംഗ്ഷൻ ഏത് സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേര്, കുറച്ച് നെയിം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇന്റേണൽ മാർക്ക്, എക്സ്റ്റേണൽ മാർക്ക്, പിന്നെ എലിജിബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എലിജിബിലിറ്റി നമ്മൾ നോക്കാറ്. അപ്പൊ ഇന്റേണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും പിന്നെ നമ്മൾ എലിജിബിലിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, റിസൾട്ട് നമുക്ക് കിട്ടാനുള്ളത്. അപ്പൊ താഴെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. ഇന്റേണൽ മാർക്ക് 20ന്റെ മുകളിലും എക്സ്റ്റേണൽ മാർക്ക് 25ന്റെ മുകളിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എലിജിബിലിറ്റി എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇവിടെ കറക്റ്റ് ആയിട്ട് എസ് എന്നുള്ളത് വരാൻ പാടുള്ളൂ. അല്ലാത്തവരുണ്ടെങ്കിൽ അവർക്കുള്ള റിസൾട്ട് നോ എന്നുള്ള റിസൾട്ടും ഇവിടെ വരണം. അതായത് മൾട്ടിപ്പിൾ കണ്ടീഷനും ട്രൂ വാല്യൂം ഫോൾസ് വാല്യൂം ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ എക്സലില് ഇഫ് ആൻഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്. വെറും ഇഫ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരു കാരണവശാലും ട്രൂ വാല്യൂ ഫോൾസ് വാല്യൂം ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല, മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇവിടെ ഇനി ചെയ്യാനുള്ളത് മൾട്ടിപ്പിൾ കണ്ടീഷനോട് കൂടി ട്രൂ വാല്യൂ ഫോൾസ് വാല്യൂ ഒരുമിച്ച് കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. ഫസ്റ്റ് നമ്മൾ ഈക്വൽ കൊടുത്തു, ഇഫ് കൊടുത്തു. ഇഫ് ആൻഡ് എന്നുള്ള ഒരുമിച്ചുള്ള ഫംഗ്ഷൻ ഇല്ല. ആദ്യം നമ്മൾ ഇഫ് കൊടുത്തിട്ട് ഇതോടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വേണം ആൻഡ് വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇവിടെ എടുത്തു കൊടുക്കാനായിട്ട് ഇപ്പൊ ഇവിടെ രണ്ട് ഫംഗ്ഷനും വന്നു. ഇതാണ് ഇഫ് ആൻഡ്. ഇനി ഫസ്റ്റ് നമുക്ക് ഇതിൽ കൊടുക്കേണ്ടത് ലോജിക്കൽ 1, ലോജിക്കൽ 2. അതായത് നമ്മുടെ കണ്ടീഷൻസ് എന്താണോ അതാണ് ഈ ലോജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്, ഇന്റേണൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 20 എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ ഈ ഇന്റേണൽ മാർക്ക് ഫസ്റ്റ് ആളുടെ ഇന്റേണൽ മാർക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ അതുപോലെ എടുത്തു കൊടുക്കുക, ഗ്രേറ്റർ ദാൻ 20. എന്നിട്ട് നമ്മൾ ഒരു കോമ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നമ്മളോട് ചോദിക്കുക ലോജിക്കൽ 2 ആണ്. അത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എക്സ്റ്റേണൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 25 എന്നാണ്. അത് രണ്ട് കണ്ടീഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇഫ് ആൻഡ് ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി എക്സ്റ്റേണൽ മാർക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗ്രേറ്റർ ദാൻ 25 എന്ന് കൊടുക്കാം. വീണ്ടും നമ്മൾ കോമ ഇട്ട് കഴിഞ്ഞാൽ ലോജിക്കൽ 3 അങ്ങനെ പോവുക. അപ്പൊ നമുക്ക് എത്രത്തോളം കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കോമ കൊടുക്കരുത്, പകരം നമ്മൾ ഈ ഒരു ലോജിക്കൽ പോവാൻ വേണ്ടി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇവിടെ കണ്ടോ താഴെ വാല്യൂ ഇഫ് ട്രൂ വാല്യൂ ഇഫ് ഫോൾസ് എന്നുള്ള റിസൾട്ട് സെറ്റ് ചെയ്യാനുള്ളത് വരുള്ളൂ. അപ്പൊ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോമ കൊടുക്കുക. അപ്പോഴാണ് വാല്യൂ ഇഫ് ട്രൂയിലേക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ റിസൾട്ട് ട്രൂ വാല്യൂ എന്താണ് വരേണ്ടത്, ഗ്രേറ്റർ ദാൻ 20ന്റെ മുകളിലും ഗ്രേറ്റർ ദാൻ 25ന്റെ മുകളിലും ഉണ്ടെങ്കിൽ എസ് എന്ന് വരണം, അല്ലെങ്കിൽ നോ എന്നാണ് വരേണ്ടത്. അപ്പൊ ഇതിൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എസ് ആണ്. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്തിട്ട് എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു കോമ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഫോൾസ്, നമ്മുടെ ഫോൾസ് വാല്യൂ എന്താണോ ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക, നോ എന്നുള്ള റിസൾട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു എലിജിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്റേണൽ മാർക്ക് 20ന്റെ മുകളിലും എക്സ്റ്റേണൽ മാർക്ക് 25ന്റെ മുകളിൽ ഉള്ളത് കൊണ്ട് ഇവിടെ എസ് എന്ന് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നമുക്കിത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പൊ ഓരോരുത്തരുടെയും റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇത് ഇഫ് ആൻഡ് വെച്ച് മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് ഇഫ് വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നും കൂടി നമുക്ക്
കാണിക്കണ്ടേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതാ ഇഫ് ഫംഗ്ഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഇഫിൽ എങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലോജിക്കൽ ടെസ്റ്റ് ഒരൊറ്റ എണ്ണം, അതായത് ഒറ്റ കണ്ടീഷനെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് ട്രൂ വാല്യൂ ഫോൾസ് വാല്യൂ കൊടുക്കാം. രണ്ട് കണ്ടീഷൻ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇഫ് ആൻഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.